ലൂഥറൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ അവതരിപ്പിക്കുന്ന സ്വർഗസുധ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹീതമായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ധ്യാനവചസ്, ദൈവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടിയോളും ഞാനും, ദൈവസന്നിധി എന്നിങ്ങനെ 5 സെഗ്മെന്റ്സ് കോർത്തിണക്കി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പ്രോഗ്രാമാണ് സ്വർഗസുധ. കഴിഞ്ഞ എപ്പിസോഡിലെ സെഗ്മെന്റ്സ് എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹീതമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ സെഗ്മെന്റ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ സെഗ്മെന്റ് ധ്യാനവചസ്. നമുക്ക് വിശ്വാസത്തോടെ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാം. ഒരു വചന സന്ദേശം കേൾക്കാം. ധ്യാനവചസ്. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിൽ അല്പമായി ധ്യാനിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 ഭാഗങ്ങളാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 13 മുതൽ 21 വരെയും 11-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുമുള്ള വാക്യങ്ങൾ. 2 വ്യത്യസ്തമായ നിർമ്മിതികളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ഒന്ന്, നോഹയുടെ കാലഘട്ടത്തിൽ നോഹ പണിയുന്ന പെട്ടകത്തിൻ്റെ നിർമ്മിതിയും, മറ്റൊന്ന് നോഹയുടെ കാലശേഷം ഒരു കൂട്ടം ജനത ബാബേൽ എന്ന് പറയുന്ന ഒരു ഗോപുരം പണിയുവാൻ ശ്രമിക്കുന്നതുമായ ഒരു നിർമ്മിതിയുമാണ്. 2 വ്യത്യസ്ത നിർമ്മിതികളുടെ അന്ത്യം ഒരിടത്ത് സന്തോഷമായി ഭവിക്കുമ്പോൾ മറ്റൊരിടത്ത് ദുഃഖമായി ഭവിക്കുന്നത് ആണ്. നാം 6-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് പാപം നിറഞ്ഞ, വഷളത്തരം നിറഞ്ഞ, കൊള്ളരുതായ്മകൾ നിറഞ്ഞ ഒരു സമൂഹത്തെ വീണ്ടുകൊള്ളുന്നതിന് വേണ്ടി യഹോവയായ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നോഹ ഒരു പെട്ടകം പണിയുന്നതാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ സകലവിധമാകുന്ന കൊള്ളരുതായ്മകളാലും സമൂഹം ഇങ്ങനെ വഷളത്തരത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായി നമ്മൾ വായിക്കുന്നു. ആ ഒരു കൊള്ളരുതായ്മ നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ഒരു പുനരുത്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു പുതുക്കത്തിന് വേണ്ടിയാണ് യഹോവയായ ദൈവം നോഹയോട് ഒരു പെട്ടകം പണിയണമെന്നും നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം രൂപാന്തരമുണ്ടാകണമെന്ന് ജനതയോട് പറയുന്നത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ നോഹയുടെ നിർമ്മിതിയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നോഹയുടെ ആ പെട്ടക നിർമ്മിതി എന്ന് പറയുന്നതെല്ലാം ദൈവ ആലോചനകളിൽ അടിസ്ഥാനപ്പെട്ട് ദൈവത്തിൻ്റെതായ നിർദ്ദേശപ്രകാരം നടത്തപ്പെട്ടതാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. കാരണം ആ പെട്ടകം പണിയേണ്ടുന്നത് ഏത് തടി കൊണ്ടാണ്, അതിൻ്റെ അളവ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് അതിനോട് ചേർത്ത് വെക്കേണ്ടത് എന്നിങ്ങനെ വലിയതായ നിർദ്ദേശങ്ങൾ യഹോവയായ ദൈവം നോഹയിലേക്ക് നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആ നിർദ്ദേശപ്രകാരം നോഹ ആ പെട്ടകത്തെ ഭംഗിയായി പണിയുകയും ആ പെട്ടകത്തിലേക്ക് ഭൂതലത്തിലെ സകല ജീവജാലങ്ങളെയും ജീവരക്ഷയ്ക്കായി ചേർക്കുകയും ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ആ പെട്ടകത്തിൻ്റെ നിർമ്മിതി നോക്കുക. ഒരു ചെറിയ കൂട്ടം ജനതയാണ് ആ പെട്ടകം പണിയുന്നത്. നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ മക്കളും മരുമക്കളുമായി 8 പേർ ചേർന്നാണ് ആ പെട്ടകം പണിയുന്നത്. ഒരു ചെറിയ കൂട്ടം ജനം നോക്കുക, ലോകത്തിലെ വലിയ ഒരു വിഭാഗം ജീവജാലങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജലപ്രളയാനന്തരം നോക്കുക, ആ സകല ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെട്ടതായി ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് അവരിങ്ങനെ രക്ഷപ്രാപിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. നോഹയുടെ നിർമ്മിതി അവിടെ ഏറ്റവും അനുഗ്രഹീതമായി ഇങ്ങനെ ജീവരക്ഷയ്ക്കായി ചേർക്കപ്പെട്ടതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്നാൽ 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടമാണ് ഒരു നിർമ്മിതി നടത്തുന്നത്. ബാബേൽ എന്ന് പറയുന്ന സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുവാൻ തക്കവണ്ണം ജനം പരിശ്രമിക്കുന്നത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ കാണുന്ന ഒരു കാര്യം, അവിടുത്തെ ജനം എന്ന് പറയുന്നത് അന്ന് വരെ തങ്ങളെ നടത്തിയതായ ദൈവത്തെ മറന്നുകൊണ്ട്
ദൈവത്തോട് മത്സരിക്കുന്ന വിധത്തിലുള്ള ഒരു നിർമ്മിതിയുടെ പുറകിലായിരുന്നു എന്നാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: വരുവിൻ, നാം നമുക്ക് ഒരു പേർ വരേണ്ടതിന്, നമ്മൾ ലോകത്തിൽ ചിതറി പോകാതിരിക്കേണ്ടതിന് ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക എന്ന് സ്വയം പറയുന്ന ഒരു ജനസമൂഹത്തെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുക. നോക്കുക, അവർ പട്ടണത്തിൻ്റെ നിർമ്മിതി ആരംഭിക്കുന്നു, ഗോപുരത്തിൻ്റെ നിർമ്മിതി ആരംഭിക്കുന്നു. ഇങ്ങനെ ഗോപുരം ഉയർന്നുയർന്ന് വരികയാണ്. അവിടെ യഹോവയായ ദൈവം അവരുടെ നിർമ്മിതി കണ്ട് അവരിങ്ങനെ തങ്ങളെ തന്നെ മറന്നു പോകുന്ന ഒരു തലം കാണുമ്പോൾ വീണ്ടും അവിടെ അവരെ ചിതറിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുക. ആരാണ് ഈ നിർമ്മിതി നടത്തുന്ന ജനം? ഈ നിർമ്മിതി നടത്തുന്ന ജനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നോഹയുടെ മക്കളുടെ തലമുറകളായി, അല്ലെങ്കിൽ ഷേമിൻ്റെ തലമുറകളായി കടന്നു വന്നവരാണ് ഈ ജനം എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുക. ആരാണ് ഈ ജനങ്ങളുടെ പിതാവ്, അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാവ്? യഹോവയായ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പെട്ടകം പണിയുന്നതിൽ അംഗമായി പെട്ടകം പണിത് യഹോവയായ ദൈവത്തിൻ്റെ കൃപയാൽ ജീവരക്ഷ പ്രാപിച്ച് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ തലമുറയാണ് ഇന്ന് ദൈവത്തെ മറക്കുന്ന വിധത്തിൽ സ്വയത്തിൽ ആശ്രയിക്കുന്നത്. തങ്ങൾ അന്നുവരെ അനുഭവിച്ചതും തങ്ങൾ പ്രാപിച്ചതുമൊക്കെയും തങ്ങളുടേതായ പ്രയത്നങ്ങൾ കൊണ്ട്, കഴിവുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായി അവിടെ അവർ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹോവയായ ദൈവത്തെ, അല്ലെങ്കിൽ തങ്ങളുടെ ജീവരക്ഷയ്ക്ക് കാരണക്കാരനായ ദൈവത്തെ പാടെ മറന്നു പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആലോചനകളില്ലാതെ, ദൈവത്തിൻ്റെതായ നിർദ്ദേശങ്ങളില്ലാതെ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് തങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കുന്ന അനുഭവങ്ങളില്ലാതെ ഇങ്ങനെ സ്വയം നിർമ്മിതിക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമൂഹമായി അവർ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒന്നുണ്ട്: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. 127-ാമത്തെ സങ്കീർത്തനം. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ ചിന്തകളും ഇങ്ങനെ ഈ ഷേമിൻ്റെ തലമുറയിൽ നിന്ന് വന്ന ജനതയെ പോലെ ആണ്. എൻ്റെ അധ്വാനം, എൻ്റെ പ്രയത്നം, എൻ്റെ കഴിവ്, എൻ്റെ ആലോചന, അതിലൂടെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഉയർത്തപ്പെടുന്നത്, സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ള തെറ്റായ ഒരു ധാരണ പലപ്പോഴും നമുക്ക് ഉണ്ട്. നമ്മളൊന്ന് ഓർക്കുക, ദൈവ സാന്നിധ്യവും ദൈവ അനുഗ്രഹവും നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. നോഹയുടെ നിർമ്മിതി ഇങ്ങനെ ഒരു വലിയ ജനത്തെയും, അല്ലെങ്കിൽ ഒരു സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുമ്പോൾ, സകല ജീവജാലങ്ങളെയും ഒന്നായി ചേർക്കുമ്പോൾ, പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുമ്പോൾ, ഇവിടെ ഒരു വലിയൊരു കൂട്ടം ജനതയുടെ നിർമ്മിതി അവരുടെ നാശത്തിനും അകൽച്ചയ്ക്കും ഇങ്ങനെ തകർച്ചയ്ക്കും കാരണമായിത്തീരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഫലം എന്താണ്? അന്ന് വരെ ലോകത്ത് ഒരേ ഭാഷയായിരുന്നു, ഒരേ ചിന്തയായിരുന്നു, ഒരേ ആലോചനയായിരുന്നു, ഒരു കുടുംബമായിരുന്നവർ ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചിതറപ്പെട്ടവരായി മാറ്റപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവാശ്രയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നഷ്ടമാകുന്ന ചിന്തകളിൽ നിന്ന് പുറത്തു വരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോക്കുക, നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ വിചാരങ്ങളുടെ, നമ്മുടെ ആലോചനകളുടെ ബലഹീനതകളെയും കുറവുകളെയും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പരിമിതികളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അശക്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം. സകലത്തിനും അധികാരിയായിരിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് വിട്ടുകൊടുക്കുവാൻ, ദൈവഹിതത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ജലപ്രളയാനന്തരം നോഹയുടെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ, പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നോഹ തൻ്റെ ജീവിതത്തിന് ഒരു സ്വസ്ഥമായ ഒരു ഇടം കണ്ടുപിടിക്കുന്നതിന് മുൻപ്, തൻ്റെ മക്കളുടെ ജീവിതത്തിന് ഒരു സ്വസ്ഥമായ ഇടം കണ്ടുപിടിക്കുന്നതിന് മുൻപ് അവൻ ആദ്യമായി ചെയ്യുന്ന പ്രവൃത്തി, അവൻ ഒരു യാഗപീഠം പണിത് യഹോവയായ ദൈവത്തിന് ഒരു യാഗം അർപ്പിച്ചു എന്നാണ്. ആ യാഗത്തിൻ്റെ വാസന സ്വർഗത്തോളം എത്തി. അതിൻ്റെ വാസന മണത്തിട്ട് യഹോവയായ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്: അവൻ ഇനിമേലാൽ ഞാൻ ജലപ്രളയത്താൽ ഈ ഭൂമുഖത്തെ നശിപ്പിക്കുകയില്ല, അതിൻ്റെ അടയാളമായി അവൻ്റെ വില്ല് ആകാശത്തിൽ വെച്ചു എന്നാണ്. ദൈവസാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ സുസ്ഥിരതയ്ക്കും അനുഗ്രഹത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഇസ്രായേലിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സമൂഹമായി മാറ്റപ്പെടേണ്ട ഒരു സമൂഹം ഇങ്ങനെ ചിതറപ്പെട്ട പോയ ഒരു അനുഭവം ബാബിലോണിൽ കാണുന്നു. അത് നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ വരാതിരിക്കേണ്ടതിന്, ദൈവിക ആലോചനയ്ക്ക്,
ദൈവഹിതത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തയേശുവിങ്കൽ കാത്തുപരിപാലിക്കുമാറാകട്ടെ. ആമേൻ. ഏറെ ചിന്തിപ്പിച്ച, പ്രത്യാശ നൽകിയ ഒരു വചന സന്ദേശമായിരുന്നു നമ്മൾ ശ്രവിച്ചതല്ലേ? ഇനി മധുരമേറിയ ഒരു ഗാനം കേൾക്കാം ദൈവസങ്കീർത്തത്തിലൂടെ. സന്തോഷത്തോടെ ദൈവസങ്കീതം. മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. പാരിന്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പാപമില്ലാത്തവൻ ക്രൂശിതനായി. പാരിന്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പാപമില്ലാത്തവൻ ക്രൂശിതനായി. പാപികൾക്കാ ജീവൻ നൽകിടുന്നു. കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. ശിരസിൽ മുൾമൂടി ചൂടിയ നേരം പ്രാർത്ഥിച്ചു നാഥാനി പാപികൾക്കായി. ശിരസിൽ മുൾമൂടി ചൂടിയ നേരം പ്രാർത്ഥിച്ചു നാഥാനി പാപികൾക്കായി. പരമപിതാവേ ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്നും അറിയുന്നില്ല. പരമപിതാവേ ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്നും അറിയുന്നില്ല. പറുദീസയും നൽകി കള്ളനു നീ. കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. മാതാവിനും പ്രിയ സ്നേഹിതനും നീ സാന്ത്വനവാക്കുകൾ നൽകിയില്ലേ. മാതാവിനും പ്രിയ സ്നേഹിതനും നീ സാന്ത്വനവാക്കുകൾ നൽകിയില്ലേ. കാൽവരിക്കുന്നിന്റെ നെറുകയിൽ നിന്ദേശു നിലവിളിച്ചിടുന്നു ഗദ്ഗദത്താൽ. കാൽവരിക്കുന്നിന്റെ നെറുകയിൽ നിന്ദേശു നിലവിളിച്ചിടുന്നു ഗദ്ഗദത്താൽ. എൻ ദൈവമേ എന്നെ കൈവെടിഞ്ഞു. കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു.
ദേഹം തളർന്നും നാവും വരണ്ടും ദാഹജലത്തിനായി കേണിടുമ്പോൾ ദേഹം തളർന്നും നാവും വരണ്ടും ദാഹജലത്തിനായി കേണിടുമ്പോൾ കൈപ്പുനീരല്ലയോ കുടിച്ചു എന്നാധാനി നിവൃത്തിയായെന്നോതി കാൽവരിയിൽ കൈപ്പുനീരല്ലയോ കുടിച്ചു എന്നാധാനി നിവൃത്തിയായെന്നോതി കാൽവരിയിൽ ആത്മാവിനെ വേഗം ഏൽപ്പിച്ചു നീ കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പാപമില്ലാത്തവൻ ക്രൂശിതനായി പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പാപമില്ലാത്തവൻ ക്രൂശിതനായി പാപികൾക്കായി ജീവൻ നൽകിടുന്നു കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. വളരെ ഹൃദയസ്പർശിയായ ഒരു ഗാനമായിരുന്നു നാം ഇപ്പോൾ ശ്രവിച്ചത്. ഇനി നമ്മളുടെ ജീവിത വിജയത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു സെഷനായാലോ? അടുത്ത സെഗ്മെൻറ്റ് സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചിന്തയെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ജീവിതത്തിൽ വിജയിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരുപാട് പേർ ചോദിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ വിജയിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല, അത് എനിക്ക് എങ്ങനെ സാധിക്കും, അതിന് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്നാമത് ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നതിന് കാരണം ലക്ഷ്യബോധമില്ല എന്നുള്ളതാണ്. ഞാൻ ആരാകണം, ഞാൻ എന്താകണം എന്നുള്ള കൃത്യമായ തെളിച്ചമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ലക്ഷ്യബോധമുണ്ട് എങ്കിൽ, ഞാൻ ആരാണ്, എന്താണ്, ഞാൻ ആരാകണം, എന്താകണം എന്നുള്ള ലക്ഷ്യബോധമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ലക്ഷ്യബോധമില്ല എങ്കിൽ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്ന കാരണമെന്ന് പറയുന്നത്, ഞാൻ വലിയ ആളാണ് എന്നുള്ള ചിന്ത. എനിക്ക് എല്ലാം അറിയാം, എനിക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒഴിഞ്ഞ കുടം മാത്രമേ നിറയ്ക്കാൻ സാധ്യമുള്ളൂ, നിറഞ്ഞ കുടം ഒരിക്കലും നിറയ്ക്കാൻ സാധ്യമല്ല. അപ്പോൾ എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, ലോകത്തിലെ എല്ലാം തികഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും തന്നെയില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പരിപൂർണനായിട്ടുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പരിപൂർണരല്ല. എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന ആൾ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായിരിക്കും. അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും നിറയെ പേർ തയ്യാറാകാറില്ല. അത് ജീവിത പരാജയത്തിന് കാരണമാണ്. മറ്റൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ വലിയ ആളാണ് എന്നുള്ള ചിന്ത. ഞാൻ ഏറ്റവും ഉയർന്ന ആളാണ്, എല്ലാവരും എന്നെ മാനിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ നോക്കണം എന്നുള്ള ചിന്ത. അങ്ങനെയുള്ള ആൾ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത തുലോം കുറവ് തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ അടുത്ത സാധ്യതകളെ, പുതിയ സാധ്യതകളെ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ സാധ്യതയില്ല. മാത്രമല്ല, പുതിയ അറിവുകളെ അവരെ എപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരിക്കും. പുതിയ അറിവുകൾ ഉൾക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ലാതിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ജീവിതത്തിൽ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന കുഴപ്പമെന്ന് പറയുന്നത്, മറ്റുള്ളവർ തകരണം എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുമ്പോഴാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വളരണം, നന്നാകണം എന്നുള്ള ചിന്ത അത്യാവശ്യമാണ്. പക്ഷേ മറ്റുള്ളവർ തകരണം, മറ്റുള്ളവർ തകർക്കണം എന്നുള്ള ചിന്ത കൂടുതലായി ഉള്ളിൽ വരുന്നെങ്കിൽ നമുക്ക് സ്വയമായി വളരാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് വളരണം എന്ന ചിന്തയല്ല, തകരണം, മറ്റുള്ളവർ തകർക്കണം എന്ന ചിന്തയാണ്. പക്ഷേ മറ്റുള്ളവർ തകർക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ആദ്യം തകരുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. വേറൊരു കുഴപ്പമെന്ന് പറയുന്നത്, കോപവും വെറുപ്പും ഒരുപാട് കൂട്ടിവെക്കുന്നത്.
ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരാം. പക്ഷേ നമ്മൾ ആൾക്കാരോട് ഇടപെടുമ്പോൾ ചില ആൾക്കാർ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ആ കോപവും വെറുപ്പും അത് അപ്പോൾ തന്നെ വിട്ടുകളയണം. വേദപുസ്തകം പറയുന്നത് വൈകുന്നേരം വരെ കോപം വെറുപ്പ് ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു തീക്കട്ട വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യെ പൊള്ളുകയുള്ളൂ, അടുത്തയാളിന് പൊള്ളുകയില്ല. അതുപോലെയാണ് കോപവും വെറുപ്പും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോപവും വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതമായിരിക്കും തകരുക, വിജയിക്കാനുള്ള സാധ്യതകളും മങ്ങിപ്പോകും. അതിനേക്കാൾ കുറച്ചുകൂടെ മാരകമായ കാര്യം, ചില ആൾക്കാർ പരസ്യമായിട്ട് കോപവും വെറുപ്പും പ്രകടിപ്പിക്കും. അത് ജീവിതത്തെ പാടെ തകർക്കുകയും അവരുടെ വിജയസാധ്യതകൾ, വളരാനുള്ള സാധ്യതകളെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യും. വേറെ ചിലർക്കുള്ള കുഴപ്പമാണ്, അവരൊന്നും എഴുതി സൂക്ഷിക്കാൻ തയ്യാറല്ല. അവരവരുടെ ഓർമ്മയെ മാത്രം ആശ്രയിക്കും. പക്ഷേ ഓർമ്മയേക്കാൾ ശക്തമാണ് ഒരു കുറ്റി പെൻസിൽ. നമ്മൾ എഴുതി സൂക്ഷിക്കുമെങ്കിൽ പിന്നീട് പുതിയ പുതിയ കാര്യങ്ങളെ കൂടുതലായി എഴുതി മനസ്സിലാക്കി വീണ്ടും അതിനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. കാരണം ഓർമ്മയുടെ ഒരു പ്രത്യേകത, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. ഓർമ്മ പഴയ മേഖലകളിലേക്ക് അത് മാറ്റിക്കളയും, അല്ലെങ്കിൽ പഴയ ബ്യൂറോകളിലേക്ക് മാറ്റി വയ്ക്കുന്നത് ഒരു ശീലം നമ്മുടെ ഓർമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ എഴുതി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എഴുതി വയ്ക്കാത്തവർ ജീവിതത്തിൽ വളരാൻ സാധ്യത കുറവാണ്. ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, വിചാരത്തേക്കാൾ വികാരത്തിന് പ്രാധാന്യം കൊടുക്കരുത്. വിചാരത്തേക്കാൾ വികാരത്തിന് പ്രാധാന്യം കൊടുത്ത്, വികാരം ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും വികാരമുണ്ടായിരിക്കും. പക്ഷേ വിചാരത്തിനേക്കാൾ ഉപരിയായി വികാരം ജീവിതത്തിന് നിയന്ത്രിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുകയില്ല. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. വളരെ അർത്ഥവത്തായ ഒരു ക്ലാസ് ആയിരുന്നു അല്ലേ? ഇനി കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന സെഗ്മെൻറ്റ് കുട്ടികളും ഞാനും. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ നിങ്ങളുടെ മിക്കു വീണ്ടും വന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ കഥ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന കഥ ഒരു ആനക്കൊട്ടിലെ കഥയാണ് കേട്ടോ. ആനക്കൊട്ടിൽ കേട്ടിട്ടുണ്ടോ? ആനകളെ താമസിപ്പിക്കുന്ന സ്ഥലം. ആനകളെ താമസിപ്പിക്കുന്ന സ്ഥലം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ കോട്ടൂരെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആനക്കൊട്ടിലുണ്ട്. ഒരുപാട് ആനകളൊക്കെ അവിടെ ഉണ്ട്. വലിയ വലിയ കൂടുകളിലാണ് ആനയെ പരിപാലിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആനക്കൊട്ടിൽ ഒരിക്കലും ഒരു ആനക്കൊട്ടിൽ കാണാനായിട്ട് ഒരു മനുഷ്യൻ പോയി. ആ മനുഷ്യൻ അവിടെ ചെന്ന് ആനകളെല്ലാം ഇങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരാനയെയും ചങ്ങല കൊണ്ടല്ല കെട്ടിയിരിക്കുന്നത്. വലിയ ആനകളെപ്പോലും ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. ആ ആന ഒന്ന് വലിച്ചാൽ കയറ് പൊട്ടും. അപ്പോൾ അങ്ങനെ ആനയ്ക്ക് രക്ഷപ്പെടാം. അപ്പോൾ ആന ഉപദ്രവകാരിയായി മാറണമെങ്കിലും ഇത് പൊട്ടിച്ചോടിയാൽ മതി. പക്ഷേ ആനകൾ കയറ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന കാല് അനക്കുന്നത് പോലുമില്ല. ആനയുടെ ശരീരമൊക്കെ ഇങ്ങനെ ആടുന്നുണ്ട്. അത് തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തുന്നുണ്ട്. മറ്റ് കാലുകളും കൈകളൊക്കെ ഇങ്ങനെ ഉയർത്തുന്നു. പക്ഷേ കെട്ടിയിട്ടേക്കുന്ന ആ ഒരു കാൽ, ആ കയറ് കൊണ്ടാണ് കെട്ടിയിട്ടിട്ട് പോലും അത് അനക്കുന്നതേയില്ല. അപ്പോൾ അദ്ദേഹത്തിന് സംശയമായോ, ആശ്ചര്യമായി. എന്തുകൊണ്ട് ഈ ആനകൾ രക്ഷപ്പെടുന്നില്ല? ഒന്ന് വലിച്ചാൽ കയറ് പൊട്ടും, രക്ഷപ്പെടാം. പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ആനയെ പരിപാലിക്കുന്ന ആളോട് ഇത് ചോദിക്കാം, എങ്കിലല്ലേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ആനയെ പരിപാലിക്കുന്ന ഒരാളെ കണ്ടെത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കൊരു സംശയം, നിങ്ങൾ ആ സംശയം ഒന്ന് തീർത്തു തരുമോ? എന്താണ് നിങ്ങളുടെ സംശയം? ആനയെ പരിപാലിക്കുന്ന ആൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആനകൾ, വലിയ ആനകളെപ്പോലും നിങ്ങൾ കയറുകൊണ്ട് കെട്ടിയിട്ടേക്കുന്നു. കുഞ്ഞാനയാണെങ്കിൽ പോട്ടെ, വലിയ ആനയ്ക്ക് കയറൊന്ന് വലിച്ചാൽ പൊട്ടും, കയറ് പൊട്ടും, അതിന് രക്ഷപ്പെടാമല്ലോ. എന്തുകൊണ്ട് അത് പൊട്ടിക്കാതെ നിൽക്കുന്നു? അപ്പോഴാണ് ഈ ആനയെ പരിപാലിക്കുന്ന മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഈ ആനകൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, കുഞ്ഞാനയായിരുന്നപ്പോഴത്തേക്കും അവരെ കയറിലാണ് കെട്ടിയിട്ടത്. അന്ന് അവയ്ക്ക് ഈ കയറിനെ പൊട്ടിക്കാനായിട്ട് കഴിയുകയില്ല. പക്ഷേ അവർ വളരും തോറും അവരുടെ ചിന്ത ഇത് തന്നെയാണ്, ഈ കയറിനെ പൊട്ടിക്കാൻ അവർക്ക് കഴിയുകയില്ല. എത്ര ശക്തനായി വളർന്നിട്ടും അവരുടെ ചിന്ത ഈ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ശക്തി അറിയാതെ അവരെന്നും ആ കാലനക്കാതെ ഇങ്ങനെ
നിൽക്കുന്നു. അതുകൊണ്ട് അവ ഇനി പൊട്ടിക്കുകയുമില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതൊരു കഥയാണ്. പക്ഷേ ഈ കഥ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞു ക്ലാസ്സുകളിലായിരുന്ന സമയത്ത് നമ്മൾ പഠിച്ചതും വളർന്നതും ചില പരിമിതികൾക്കുള്ളിലായിരിക്കാം. പക്ഷേ വലിയ വലിയ കുഞ്ഞുങ്ങളായി മാറുമ്പോൾ, മക്കളായി മാറുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒതുങ്ങിപ്പോകരുത്, പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങരുത്. അതിലും അപ്പുറമായ വിശാലമായ പഠന മേഖലകളിലേക്ക് നമ്മൾ ഉയരണം, അറിവുകളിലേക്ക് നമ്മൾ ഉയരണം. നമ്മുടെ അറിവുകൾ നമ്മൾ വളരുന്നതിനനുസരിച്ച് വളർത്തുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ അറിവുകളെ ഇങ്ങനെ ഒതുക്കി വയ്ക്കുന്നവരായിട്ട്, മൂടി വയ്ക്കുന്നവരായിട്ട്, പരിമിതപ്പെടുത്തുന്നവരായിട്ട് മാറരുത്. ഇന്നും ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് കാരണം, ഒരുപാട് പേരുടെ പ്രയാസങ്ങൾക്ക് കാരണം, ജോലി കിട്ടാത്തതിന് കാരണം ഒക്കെ ഇത് തന്നെയാണ്. അറിവുകളെ ഇങ്ങനെ പരിമിതപ്പെടുത്തുന്നു. പ്രിയമുള്ള കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, മിടുക്കരായി വളരുക. നിങ്ങളുടെ ലോകം വിശാലമാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പഠിച്ചു മിടുക്കരായി വളരുക, നല്ല ഭാവിയിലേക്ക് വരിക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ. ഞങ്ങളുടെ അഡ്രസ്സും വാട്സാപ്പ് നമ്പറും ഈ പ്രോഗ്രാമിൻ്റെ അവസാനം നിങ്ങൾക്ക് നൽകുന്നതാണ്. വിനോദവും വിജ്ഞാനവും ഒക്കെ നൽകുന്ന സെഗ്മെൻറ്റുകൾക്ക് ശേഷം ഇനി അല്പനേരം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അടുത്ത സെഗ്മെൻറ്റ് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം ദൈവസന്നിധി. സർവശക്തനും നിത്യനീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ദിനത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിനെയും ഹവ്വയും കർത്താവ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചുവല്ലോ. അപ്രകാരം പുതിയൊരു ദിശാബോധത്തോടു കൂടി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവമേ അനേക നന്മകൾ കൈവരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി നിലനിൽക്കുവാൻ തക്കവണ്ണം അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്ന, കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുന്ന നല്ലൊരു തലമുറയായി ഉയർത്തപ്പെടുവാനും ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് കൃപയാൽ ചേർന്ന് നിൽക്കുന്ന മക്കളായി തീരുവാൻ തക്കവണ്ണം അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവി ജീവിതങ്ങളും അനുഗ്രഹങ്ങളും നൽകി അവരെ ഓരോരുത്തരെയും സമൃദ്ധിയായി കർത്താവ് തന്നെ വഴി നടത്തണം. ഒരിക്കലും പിശാചിൻ്റെ അധികാരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ നന്മകൾക്ക് മുതിർന്നു നിൽക്കുന്ന നല്ല മക്കളായി തീരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഇടപെടലുണ്ടാകണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ കരുതുന്നു. ഇത്ര നേരവും ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.